എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചവനെ സ്വർഗ്ഗത്തിലേക്ക് കടത്തിവിടുകയാണ്. ആദം നബി സ്വർഗ്ഗത്തിൽ കിടന്ന് സുഖിക്കുകയാ. ആദം നബി സ്വർഗ്ഗത്തിലൂടെ പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചവന്റെ സ്വർഗ്ഗമുണ്ടല്ലോ. ആ സ്വർഗ്ഗത്തിനകത്ത് ആദം നബി മാത്രം ഇങ്ങനെ കളിച്ചു ചിരിച്ച് നടക്കുകയാണ്. അല്ലാഹുവേ, ഒറ്റയ്ക്ക് നടന്നിട്ട് ബോറടിക്കുകയാ, ഒറ്റയ്ക്ക് നടന്നിട്ട് ബോറടിക്കുകയാ. അല്ലാഹുവിനോട് പരാതി പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയിൽ നിന്ന് അല്ലാഹു അതാ ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹയെ സൃഷ്ടിക്കുകയാണ്, ഒരു പെണ്ണിനെ സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് ആദം നബിയെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരെയും വിളിച്ച് പടച്ചവനെ സ്വർഗ്ഗത്തിന്റെ മുന്നിൽ നിർത്തുകയാ. രണ്ടുപേരെയും വിളിച്ച് സ്വർഗ്ഗത്തിന്റെ മുന്നിൽ നിർത്തിയിട്ട് അല്ലാഹു പറയുന്നു, ആദമേ, ഈ കാണുന്ന സ്വർഗമുണ്ടല്ലോ, ഈ സ്വർഗത്തിനടുത്ത് കിടന്ന് എന്തു വേണമെങ്കിലും തിന്നോ, എന്തു വേണമെങ്കിലും ചെയ്തോ, എന്തു വേണമെങ്കിലും പ്രവർത്തിച്ചോ, നിനക്കിഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് കിടന്ന് ചെയ്യാ. പക്ഷേ ആദമേ, ഒരേ ഒരു കാര്യം മാത്രമാണ്, ഒരേ ഒരു കാര്യം മാത്രമാണ് ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, യാ آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. ആദം നബിയോടും തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് അല്ലാഹു പറഞ്ഞത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ഒരേ ഒരു കാര്യം മാത്രമാണ് പടച്ചവൻ ആദം നബിയോട് പറഞ്ഞത്. ആദമേ, ആ കാണുന്ന ഒരു മരമുണ്ടല്ലോ, അതിന്റെ അടുക്കൽ പോകല്ലേ ആദമേ, അതിന്റെ പഴം കഴിക്കല്ലേ ആദമേ. ഈ കാണുന്ന സ്വർഗത്തിലെ ഏത് മരത്തിൽ നിന്ന് വേണമെങ്കിലും നിനക്ക് ഭക്ഷണം കഴിക്കാ, ഇതിനകത്ത് കിടന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാ. സുഖിച്ചോ, നീയും നിന്റെ ഭാര്യയും ഇതിനകത്ത് കിടന്ന് സുഖിച്ചോ. പക്ഷേ ലാ തഖറബാ ഹാദിഹി ശജറ, ആ കാണുന്ന മരത്തിന്റെ അടുക്കൽ പോകല്ലേ എന്ന് അല്ലാഹു ആദം നബിയോട് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, ശപിക്കപ്പെട്ട ശൈത്താൻ നോക്കുമ്പോ ആദം നബിയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയും സ്വർഗ്ഗത്തിൽ കിടന്ന് സുഖിക്കുകയാണ്. അവന് കണ്ടിട്ട് സഹിക്കുന്നില്ല, അവന് കണ്ടിട്ട് സഹിക്കുന്നില്ല. എന്നെ ശപിച്ചവനാക്കാൻ കാരണം ആദമാണല്ലോ, ആദമിനെ എങ്ങനെയെങ്കിലും വഴിപിഴപ്പിക്കണമല്ലോ. അതാ ശപിക്കപ്പെട്ട ശൈത്താൻ ആദം നബിയുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്, ആദം നബിയെ പിഴപ്പിക്കാൻ നോക്കുകയാ, ആദം നബിയെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കുകയാ. എത്ര പരിശ്രമിച്ചിട്ടും അവനെ കൊണ്ട് കഴിയുന്നില്ല. അതാ ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവേ, ശപിക്കപ്പെട്ടവൻ ഹവ്വാ ബീബിയുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഹവ്വാ, സ്വർഗം എങ്ങനെയുണ്ട് ഹവ്വാ, സ്വർഗം എങ്ങനെയുണ്ട് ഹവ്വാ. ഹവ്വാ ബീബി പറയുകയാണ്, പടച്ചവന്റെ സ്വർഗം എത്ര മനോഹരമാണ്. അല്ലാഹുവേ, ശപിക്കപ്പെട്ടവൻ ചോദിക്കുക, ഇതിനകത്ത് നിന്ന് നിനക്ക് പുറത്തു പോകാൻ ആഗ്രഹമുണ്ടോ ഹവ്വാ? ഹവ്വാ ബീബി പറയുന്നു, ഞാൻ ഒരിക്കലും ഇതിൽ നിന്ന് പുറത്തു പോകില്ല. ആ സമയത്ത് ശപിക്കപ്പെട്ടവന് ചോദിക്കുകയാണ്, ഹവ്വാ, ഈ സ്വർഗത്തിൽ കിടക്കുന്ന ഈ മരങ്ങളിൽ നിന്ന് ഈ സ്വർഗത്തിൽ എന്ത് വേണമെങ്കിലും നിനക്ക് തിന്നാ, പക്ഷേ ആ ഒരേ ഒരു മരത്തിൽ നിന്ന് കഴിക്കാൻ പാടില്ലെന്ന് അല്ലാഹു പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? ഹവ്വാ, ആ മരത്തിന്റെ പഴം കഴിച്ചാ നീ മലക്കാവുകയാ. ആ മരത്തിന്റെ പഴം കഴിച്ചു കഴിഞ്ഞാ പിന്നെ ഒരിക്കലും അല്ലാഹുവിന് നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല. നിങ്ങൾ രണ്ടുപേരും മലക്കുകളാവുകയാണ്. അതുകൊണ്ടാണ് പടച്ചവന് തിന്നരുതെന്ന് പറഞ്ഞെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ആദം നബി അലൈഹിസ്സലാമിന് അതാ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹ, അതാ ശൈത്താൻ കൂടെ നടന്നിട്ട് അതാ ചതി
ഇരിക്കുകയാണ്. അവസാനം എന്റെ പ്രിയപ്പെട്ടവര് ആദം നബി അലൈഹിസ്സലാം കടന്നു വരുമ്പോ ഹവ്വാ ബീവി പറയുന്നു, എനിക്കതിന്റെ പഴം തിന്നണം, എനിക്കതിന്റെ പഴം തിന്നണം. എന്ത് പറഞ്ഞിട്ടും ആദം നബി സാധിച്ചു കൊടുക്കുന്നില്ല. അവസാനം ഹവ്വാ ബീവി പട്ടിണി കിടക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ കടന്ന് കരയുകയാണ്. ഗത്യന്തരമില്ലാതെ ആദം നബി അലൈഹിസ്സലാം ആ പഴം പറിച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് തിന്നാൻ കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ശൈത്താന് വല്ലാത്ത സന്തോഷമായി, ശൈത്താന് വല്ലാത്ത സന്തോഷമായി. എന്റെ പ്രിയമുള്ളവര് അങ്ങനെ പടച്ചവനോട് ചെയ്ത കരാറ് ലംഘിച്ചതിന്റെ പേരില് ആദം നബി അലൈഹിസ്സലാമിനെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കുകയാ. സ്വർഗ്ഗത്തിലെ വസ്ത്രം പോലും കൊടുത്തില്ല, സ്വർണത്തിലെ വസ്ത്രം പോലും കൊടുത്തില്ല. എന്റെ പ്രിയമുള്ളവരെ ആദം നബിയെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ അല്ലാഹു അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആദം നബിയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയും സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ആ സമയമുണ്ടല്ലോ ശപിക്കപ്പെട്ട ശൈത്താൻ ഇരുന്ന് ചിരിക്കുകയാണ്. അവനെ നോക്കിയിട്ട് ആ ശൈത്താൻ ഇരുന്ന് ചിരിക്കുന്നത് കണ്ടപ്പോ ആദം നബിയുണ്ടല്ലോ പടച്ചവനോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, അല്ലാ, ഇവന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ അല്ലാ? എന്നെയും എന്റെ ഭാര്യയും കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചത് ഇവനാണല്ലോ പടച്ചവര്. ഈ സ്വർഗത്തിൽ കിടന്നിട്ട് പോലും ഞങ്ങൾ തെറ്റ് ചെയ്തല്ലോ. അതുകൊണ്ട് റബ്ബേ, എനിക്കും എന്റെ മക്കൾക്കും ഇവന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാമല്ല വഴിയുമുണ്ടോ എന്ന് അല്ലാഹുവേ ആദം നബി അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ അല്ലാഹു പറയുന്നു, ആദമേ, കരയണ്ട ആദമേ, ഇവനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയുണ്ടാദമേ. ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുകയാണ്, ആദമേ, നിനക്കൊരു മകൻ ജനിക്കുമ്പോ ആ മകനുണ്ടല്ലോ, അവന്റെ കൂടെ ഒരു മലക്കും ജനിക്കുകയാണ്. നിനക്കൊരു മകൻ ജനിക്കുമ്പോ അല്ലാഹുവേ ഒരു മലക്കും കൂടെ ജനിക്കുകയാ. ആ മലക്കിന്റെ ജോലി എന്തെന്നറിയുമോ? ഇവന് തെറ്റ് ചെയ്യാ ക്ഷണിക്കുമ്പോ, ഇവൻ ചതിക്കാൻ വരുമ്പോ അവന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്താ നിനക്കൊരു മകൻ ജനിക്കുമ്പോ ഒരു മലക്കും ജനിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയാ, സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കി എല്ലാവർക്കും ചരിത്രം അറിയാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കി എന്തിന്റെ പേരിൽ? ഒരു പഴം കഴിച്ചതിന്റെ പേരിൽ. ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാം ആ പഴം കഴിച്ചില്ലത്രേ. ആദം നബി അലൈഹിസ്സലാം കഴിച്ചില്ല. ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹ പഴം കഴിച്ചു. ചരിത്രം പറയുന്നു, ആദം നബി അലൈഹിസ്സലാം കഴിക്കാൻ വേണ്ടി തൊണ്ടയിലെത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം കയറി പിടിച്ചു അത്രേ. ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹ അത് കഴിച്ചു എന്ന് ചരിത്രം പറയുന്നു. അതുകൊണ്ടാണ്, ഉള്ളതാണോന്നറിയില്ല, ഹദീസിന്റെ കിതാബുകളിലൊക്കെ ഇങ്ങനെ കാണാം, പല ചരിത്രങ്ങളുണ്ടെങ്കിലും ആണുങ്ങളുടെ കഴുത്തിൽ ഹൽക്ക് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, പക്ഷെ പെണ്ണുങ്ങളുടെ കഴുത്തിൽ അതില്ല. ആണുങ്ങളുടെ കഴുത്തിൽ ഹൽക്ക് എന്ന് പറയുന്ന ഒരു കാര്യം ആദം നബി അലൈഹിസ്സലാം കഴിക്കണ സമയത്ത് തൊണ്ടയെ വെച്ച് പിടിച്ചത് കൊണ്ടാണ് ഇതുണ്ടായി എന്ന് പറയുന്നു. ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹ ഇത് കഴിച്ചു, അതുകൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് മെൻസസ് ഉണ്ടാകുന്നത് എന്ന് എൻ്റെ പ്രിയമുള്ളവരെ മഹാന്മാർ പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, ഇവനിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? അപ്പൊ പറഞ്ഞു, നിനക്കൊരു മകൻ ജനിക്കുമ്പോൾ ഒരു മലക്കിനെയും ഞാൻ സൃഷ്ടിക്കും. ആ മലക്കിന്റെ ജോലി നിന്റെ മകനെ തെറ്റിൽ നിന്ന് രക്ഷിക്കലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു